ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സൂറത്തുർ റഅദിലെ ആയത്ത്. വഇൻ തഅജബ് ഫഅജബുൻ ഖൗലുഹും. മരണത്തിന് ശേഷം ഒരു പുനർജനനമുണ്ടാകുമെന്നുള്ള വിഷയത്തെ നിഷേധിക്കുന്ന അവിശ്വാസികളുടെ നിഷേധത്തെ തിരുറസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അത്ഭുതത്തോടുകൂടെ കാണുന്നുവെങ്കിൽ എന്തുകൊണ്ടും അവരുടെ വാക്ക് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ഐദാ കുന്ന തുറാബൻ ഐന്ന ലഫീ ഖൽഖിൻ ജദീദ്. മരിച്ചു മണ്ണോട് ചേർന്നതിന് ശേഷം പുതിയൊരു സൃഷ്ടിപ്പ് ഉണ്ടാകുമെന്നുള്ള അവരുടെ നിഷേധത്തിൻ്റെ സംശയം. ഉലായിക്കല്ലദീന കഫറൂ ബിറബ്ബിഹിം. റബ്ബിൻ്റെ ഖുദ്റത്തെന്ന് പറയുന്ന കഴിവിൻ്റെ വസ്ഫിനെ നിഷേധിച്ചവരാണവർ. ഉലായിക്കൽ അഗ്ലാലു ഫീ അനാഖിഹിം. അവരുടെ പിരടികളിൽ ളലാലത്തെന്ന് പറയുന്ന വഴികേടിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. വ ഉലായിക അസ്ഹാബുന്നാരി. അവർ നരകത്തിൻ്റെ അവകാശികളും. ഹും ഫീഹ ഖാലിദൂൻ. അതിലെന്നെന്നും ശാശ്വതരുമാണ്. ആത്മീയ ലോകത്ത് പ്രവേശിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തുകൾ നൽകുന്ന ആലോചനകൾ. ഇൻകാറു ബഅസിൽ അർവാഹി മിൻ ബഅദി ഗഫലാത്തിഹ വ ജഹ്ലിഹ. ആത്മീയമായ ഉയർച്ച അശ്രദ്ധയുടെയും അജ്ഞതയുടെയും കുഴിയിൽ കിടക്കുന്ന ആത്മാവ് അത് അറിവിൻ്റെയും മഅരിഫത്തിൻ്റെയും ബോധത്തിൻ്റെയും തലങ്ങളിലേക്ക് ഉയരുകയില്ല എന്ന് നിരാശയോടെ നിഷേധത്തോടെ കാണുന്ന ആളുകൾ. കഇൻകാരി ബഅസിൽ അഷ്ബാഹി ബഅദ മൗതിഹ. മരിച്ച് മണ്ണോട് ചേർന്നതിന് ശേഷം ശരീരത്തിനൊരു പുനർജന്മം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതിന് തുല്യമായ നിഷേധമാണ്. ആദ്യത്തവരിൽ നിന്ന് അത്ഭുതപ്പെടുന്നത് പോലെ ശാരീരികമായ പുനർജന്മം ഉണ്ടാവില്ല എന്ന് പറയുന്നവരുടെ വാക്ക് അത്ഭുതപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് ആത്മാവിനും അവർ ജീവിച്ചിരിക്കെ അവരുടെ അശ്രദ്ധയിൽ നിന്നും അജ്ഞതയിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുകയില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ഫൽ ഖുദ്റത്തു സാലിഹത്തുൻ. അള്ളാഹുവിൻ്റെ കഴിവെന്ന് പറയുന്നത് എല്ലാത്തിനും അർഹമാക്കുന്നതാണ്. ശരീരത്തെ പുനർജനിപ്പിക്കാൻ കഴിയുന്ന റബ്ബിന് ആത്മാവിനെയും അത്യുന്നതയിലേക്ക് ഉയർത്താൻ കഴിയും. ഫമൻ ഖദുറ അല ബഅസിൽ അഷ്ബാഹി ബഅദ മൗതിഹൽ ഹിസ്സി. മനുഷ്യൻ്റെ ഭൗതികമായ മരണത്തിന് ശേഷം ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അള്ളാഹുവിന് ഖദുറ അല ബഅസിൽ അർവാഹി ബഅദ മൗതിഹൽ മഅനവി. ആത്മീയമായ മരണത്തിന് ശേഷം ഈമാനില്ലാത്ത ആത്മാവിന് ഈമാൻ കൊടുത്തുകൊണ്ട് ഒരു പുതിയ പുനരുജ്ജീവനം അള്ളാഹുവിന് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഹിക്കമിൽ ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, മനിസ്തഗ്റബ അൻ യുൻഖിദഹുല്ലാഹു മിൻ ശഹവതിഹി. ആരാണോ വളരെ അതിവിദൂരമായി കാണുന്നത്, സംഭവിക്കുകയില്ല എന്ന് വിചാരിക്കുന്നത്, എന്ത് സംഭവിക്കുകയില്ല? അൻ യുൻഖിദഹുല്ലാഹു മിൻ ശഹവതിഹി. ഇച്ഛയിൽ അമർന്നുപോയ, വികാരത്തിനടിമപ്പെട്ടുപോയ മനുഷ്യന് ഇനി വികാരത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുന്നത് സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ, വഅൻ യുഖ്രിജഹു മിൻ വുജൂദി ഗഫ്ലതിഹി. അശ്രദ്ധയുടെ മറയിൽ നിലകൊള്ളുന്ന മനുഷ്യന്
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരികയില്ല. അത് അള്ളാഹുവിന് സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് അതിവിദൂരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് കണ്ടു കഴിഞ്ഞാൽ, അതിലവൻ നിരാശപ്പെട്ടു കഴിഞ്ഞാൽ, ഷഹ്വത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ഗഫ്ലത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ഇനി ഒരു മോചനമില്ല എന്ന് ആരെങ്കിലും അള്ളാഹു അത്തരമൊരു സൗഭാഗ്യം തനിക്ക് നൽകുകയില്ല. അത് വളരെ വിദൂരമായൊരു കാര്യമാണ് തന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് ആരെങ്കിലും നിരാശയോടെ വിചാരിക്കുന്നുവെങ്കിൽ, ഫഖദ് ഇസ്തഅജസ ഖുദ്റത്തൽ ഇലാഹിയ, അള്ളാഹുവിൻ്റെ ഇലാഹിയായ കഴിവിനെ അവൻ അശക്തമാക്കുകയാണ് ചെയ്യുന്നത്. റബ്ബിനുള്ള കഴിവിനെയാണ് അവൻ അവിടെ കുറച്ച് കാണിക്കുന്നത്. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, എല്ലാത്തിനും അതിനർഹിച്ച അളവിൽ കഴിവ് കൊടുക്കാൻ റബ്ബിന് കഴിവുള്ളവനാകുന്നു, എന്നെന്നും കഴിവുള്ളവനാകുന്നു, എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. വഖദ് അഹ്യല്ലാഹു അർവാഹൻ കസീറൻ, എത്രയോ ആത്മാവുകളെ അള്ളാഹു ജീവിപ്പിച്ചിട്ടുണ്ട്. കാനത്ത് മയ്യിതതൻ ബിൽ ജഹ്ലി വൽ മആസി, തിന്മകളിലും അജ്ഞതകളിലുമായി മരിച്ചു കിടന്നിരുന്ന എത്രയോ ആത്മാവുകൾക്ക് ജീവൻ നൽകുകയുണ്ടായി. ഫസാറത്ത് ആരിഫത്തൻ ബില്ലാ, ആ ആത്മാവുകൾ ജ്ഞാനികളായി മാറി, ജ്ഞാനമുള്ളതായി മാറി. മിൻ ഖവാസി ഔലിയാഹില്ലാഹി തആല, അള്ളാഹുവിൻ്റെ എത്രയോ സവിശേഷരായ ഔലിയാക്കൾ മൻകാനു ലുസൂസൻ, കള്ളന്മാരായിരുന്നു. ഫസാറു ഹുസൂസൻ, പിന്നീട് അവർക്ക് അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരാക്കി അവരെ മാറ്റിയെടുക്കുകയുണ്ടായി. വമിൻഹും മൻകാനു കുഫാറൻ, അള്ളാഹിൻ്റെ വേണ്ടപ്പെട്ട ഔലിയാക്കളിൽ എത്രയോ ആളുകൾ കാഫിരീങ്ങളായിരുന്നു. ഫസാറു അബ്റാറൻ, അവരൊക്കെ വിശുദ്ധരും സജ്ജനങ്ങളുമായി മാറുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവിനെ നിഷേധിക്കാതെ എന്നെന്നും ആഗ്രഹത്തോടെയും മോഹത്തോടെയും പ്രതീക്ഷയോടെയും തൻ്റെ ഇച്ഛയുടെയും ഗഫ്ലത്തിൻ്റെയും ലോകത്ത് നിന്ന് പുതിയൊരു ജീവനുണ്ടാവാൻ, അങ്ങനെ ഈമാനികമായും ആത്മീയമായും ഉയരുന്നതിനു വേണ്ടി എപ്പോഴും പ്രതീക്ഷയോടെ നിൽക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ഇല്ല എങ്കിൽ മരണാനന്തരം പുനർജന്മത്തെ നിഷേധിക്കുന്ന അവിശ്വാസികൾക്ക് തുല്യമായ ഒരു നിഷേധത്തിലേക്ക് അവൻ്റെ വിശ്വാസം കടന്നുപോകും. അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കളിലേക്ക് കടന്നു ചെല്ലുകയും അവരിൽ നിന്ന് ആത്മീയത സ്വീകരിക്കുകയും കൈപിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് ദിക്ർ സ്വീകരിക്കുകയും ആ ദിക്ർ വഴി തൻ്റെ ആത്മാവിനെ മോചിപ്പിക്കാൻ, തൻ്റെ ആത്മാവിന് ജീവനും അറിവും നൽകാൻ, അശ്രദ്ധയിൽ നിന്നും ഷഹ്വത്തിൽ നിന്നും മോചിപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ വഴിയിലായി ജീവിക്കാൻ, കലിമത്തു തൗഹീദിൻ്റെ വഴിയിലായി അടിയുറച്ച് ജീവിക്കുവാൻ നമുക്കൊക്കെ സൗഭാഗ്യം നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.